വേദനിപ്പിക്കണത്. ലോകത്ത് ആരെങ്കിലും തങ്ങൾ വേദനിപ്പിച്ചിട്ടുണ്ടോ? നമുക്ക് വേണ്ടി എപ്പോഴും ദുആ ചെയ്ത നേതാവല്ലേ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. ഒരിക്കൽ തങ്ങളോട് പറയുന്നുണ്ട്, തങ്ങളെ എനിക്ക് വേണ്ടി ഒന്ന് ദ്വാരനേരം. സ്വഹീഹ് ഇബ്നു ഹിബ്ബാനിൽ കാണാം. എന്താ ദ്വാരനേരന്റെ മോളെ? ആയിഷാന്റെ ചെറുതും വലുതും രഹസ്യവും പരസ്യവും ആയ എല്ലാ ദോഷവും പുറത്തു കൊടുക്കണേ എന്ന് ദ്വാരക്കോന്ന് വെച്ചു. അങ്ങനെ ദ്വാരന്നു, അല്ലാഹുമ്മ അഗ്ഫിർലി ആയിഷ മാ അഅ്ലനതു വമാ അസ്റർതു, എല്ലാ തെറ്റും നീ പുറത്തു. ആയിഷ ബീവിക്ക് ചിരി വന്നു. കാരണം എല്ലാ ദോഷവും പൊറുക്കൂന്ന് ഉറപ്പല്ലേ. ആയിഷ ബീവി ചിരിച്ച് തല താഴ്ത്തിയിട്ട് തങ്ങളുടെ മടിയിൽ വീഴാറായി. ആയിഷ ബീവിയുടെ തല പൊക്കിയിട്ട് ചോദിച്ചു, ആയിഷക്ക് സന്തോഷായോ? യെസ്, സന്തോഷായി. എങ്ങനെ സന്തോഷാവാതിരിക്കും? തങ്ങൾ അമ്മാതിരി ദ്വാല നടത്തി തന്നെ. എന്നാ ആയിഷ നീ കേട്ടോളി, ഇതേപോലെ എൻ്റെ എല്ലാ നിസ്കാരത്തിലും ഞാൻ ദ്വാരക്കാറുണ്ട് എൻ്റെ ഉമ്മത്തിന് നമുക്ക്. എന്നിട്ട് ആ നേതാവിന ഇന്നത്തെ സുബിയിൽ അസ്സലാമു അലൈക അയ്യുഹൻ നബി എന്ന് പറയുമ്പോൾ ഓർത്ത് നമ്മൾ പിന്നെ എന്ത് മഹബത്ത് എന്നാ പറയണത് കൂട്ടരെ. നമ്മളുടെ ആ തങ്ങൾ മടക്കണമെന്ന് നമുക്ക് തോന്നീന. മഹാന്മാര് അത്തഹിയ്യാത്തിൽ അസ്സലാമു അലൈക അയ്യുഹൻ നബി എന്ന് പറയുമ്പോൾ മടക്കുന്നത് കേൾക്കാതെ ബാക്കി പറയൂല. നമുക്ക് മടക്കുന്നത് കേൾക്കണ്ട, മടക്കണമെന്ന് തോന്നെങ്കിലും വേണ്ടേ നമുക്ക്.